നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിൻ്റെ പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസസ് എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കാണ്. ബാക്കി എല്ലാ ടോപ്പിക്സും നമ്മൾ ആ ചാപ്റ്ററിലത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് ആൻഡ് പ്രഷറിലത്തെ ബാക്കി എല്ലാ ടോപ്പിക്സും കഴിഞ്ഞിട്ടുണ്ട്. സോ പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസസ്. നമുക്കറിയാം സോളിഡ്സ് ലിക്വിഡ്സിൻ്റെ പോലെ തന്നെ ഗ്യാസസും പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഗ്യാസസ് ഓൾസോ എക്സേർട്ട് പ്രഷർ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഇപ്പോൾ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഒരു ഗ്യാസിനെ അസ്യൂം ചെയ്യുവാണെങ്കിൽ ഇറ്റ് എക്സേർട്സ് പ്രഷർ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഓക്കെ, നൗ വേറൊരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളത്, ലിക്വിഡ്സിൻ്റെ പോലെ തന്നെ ഗ്യാസ് പ്രഷർ അത് ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. അതായത് ഏറ്റവും താഴെയായിരിക്കും പ്രഷർ കൂടുതൽ. ഓക്കെ, പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ഈ താഴെയുള്ള ഭാഗത്തായിരിക്കും പ്രഷർ ഏറ്റവും കൂടുതൽ. അപ്പോൾ ലിക്വിഡ്സിൻ്റെ പോലെ തന്നെ ഗ്യാസസും പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു കണ്ടെയ്നറിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് എക്സേർട്സ് പ്രഷർ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അതുപോലെ തന്നെ ഗ്യാസ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ഓക്കെ, ഇതിൽ വേറൊരു കൺസെപ്റ്റ് ഉള്ളത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദാറ്റ് ഈസ് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് എയർ, അല്ലെങ്കിൽ പ്രഷർ എക്സേർട്ടഡ് ബൈ എയർ. ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമുക്കറിയാം അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കിലോമീറ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവമാണ്. സോ അവിടുത്തെ ആ ഒരു എയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ഇതിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇതിലിപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് ഡെപ്ത് കൂടുന്തോറും എന്താ സംഭവിക്കുന്നത്? പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ഡെപ്ത് കൂടുന്തോറും പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. സോ അപ്പോൾ ഹൈറ്റിലേക്ക് എന്താ സംഭവിക്കുന്നത്? പ്രഷറിന് ഹൈറ്റിലേക്ക് പോകും തോറും പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഹൈറ്റിലോട്ട് പോകും തോറും പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലേക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ മൗണ്ടനേഴ്സിനൊക്കെ കുറേ കഴിയുമ്പോൾ നോസ് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ റീസൺ? ഓക്കെ, ഇതിന്ന് നമുക്ക് ക്ലിയർ ആണ്. ഹൈറ്റിലേക്ക് പോകും തോറും പ്രഷർ കുറയുകയാണ് ചെയ്യുക. നമ്മുടെ ബോഡിക്ക് ഒരു പ്രഷറുണ്ട്. സോ ആ ബോഡി പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ബാലൻസ് ആവാതെ വരുമ്പോൾ ബ്ലഡ് വെസൽസ് പൊട്ടിപ്പോകും. അങ്ങനെയാണ് നോസ് ബ്ലീഡിങ് ഉണ്ടാവുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ നമ്മളുടെ ബോഡി പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ബാലൻസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലോട്ട് പോകും തോറും നമ്മളുടെ ബോഡി പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ബാലൻസ്ഡ് ആവില്ല. അറ്റ്മോസ്ഫിയറിക് പ്രഷർ വളരെ ലോ ആയി പോവും ആസ് കമ്പയർ ടു അവർ ബോഡി പ്രഷർ. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ബ്ലഡ് വെസൽസ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഈ പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, താങ്ക് യു.